ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു ക്രൈം, പൊളിറ്റിക്കൽ, ഡ്രാമ, ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്ത ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തമിഴും തെലുങ്കിലായിട്ട് റിലീസ് ചെയ്ത സീരീസാണ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദുരഭിമാനക്കൊല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. വ്യത്യസ്ത ജാതിയിൽപ്പെട്ട എന്താ പറയുക, ആൾക്കാർ കല്യാണം കഴിച്ചാലുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ദുരഭിമാനക്കൊല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്തൊരു സീരീസാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പരുവു എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തെലുങ്ക് സീരീസാണ്. തെലുങ്കിലും തമിഴിലായിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. C5 ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. മൊത്തം 8 എപ്പിസോഡ് അടങ്ങുന്ന സീരീസാണ്. ഏകദേശം 30-40 മിനിറ്റ് ആവറേജ് ഡ്യൂറേഷനുള്ള 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് നിവേദ പേത്രാജും നരേഷ് അഗസ്തിയാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. നിവേദ പേത്രാജിനെ ഒരു പബ്ലിക്കിൽ കാറിൽ വരുന്ന സമയത്ത് പബ്ലിക്കിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരു പോലീസ് തടയുന്നതും അതിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ ചെയ്തിരുന്നത്. അതൊക്കെ തന്നെയാണ് ഈ ഒരു സീരീസിന്റെ കഥയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നായികയും പ്രണയിച്ച് കല്യാണം കഴിക്കുകയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായിരിക്കും. അവർ നാട്ടിൽ നിന്ന് ഓടിപ്പോയിട്ട് കല്യാണം കഴിക്കുകയായിരിക്കും. ഒരു പ്രത്യേക കാരണത്തിന് നായികയുടെ ഒരു അച്ചച്ചൻ എന്ന് തന്നെ പറയാം, മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡി കാണാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ വരുന്ന സമയത്ത് ഒരു ക്രൈം നടക്കുകയാണ്. ആ ഒരു ക്രൈം നടക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങളാണ് ഈ ഒരു സീരീസിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. എന്തായാലും പെർഫോമൻസുകളൊക്കെ ഈ ഒരു സീരീസിലെ പെർഫോമൻസുകളൊക്കെ അടിപൊളിയായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡ്, മ്യൂസിക് ആയാലും ആ ടെക്നിക്കൽ സൈഡൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ സ്ക്രീൻ പ്ലേ, തിരക്കഥ വളരെ മികച്ച രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സസ്പെൻസ് കാര്യങ്ങളൊക്കെ നമ്മളെ ഗ്രിപ്പിംഗ് ആയിട്ട് ഇരുത്തിക്കുന്നുണ്ട്. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു ക്രൈം ഈ പൊളിറ്റിക്കൽ, ഡ്രാമ, ത്രില്ലർ, സസ്പെൻസ് ത്രില്ലർ സീരീസുകളും സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു 1 ടൈം വാച്ചബിൾ സീരീസാണ് പരുവു എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ആവറേജ് അനുഭവമാണ് ഈ ഒരു സീരീസ് സമ്മാനിച്ചത്. ഒരു 1 ടൈം വാച്ചബിൾ, ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സീരീസാണ്. മൊത്തം 5 മണിക്കൂർ കൂടുതലായിട്ട് ഈ ഒരു സീരീസിന്റെ ലെങ്ത് ഉണ്ട്. എന്നാലും ഓരോ എപ്പിസോഡുകളും കൃത്യമായിട്ട് 30-35-40 മിനിറ്റുള്ളിൽ തന്നെ കട്ട് ചെയ്ത് അവർ നല്ല രീതിയിൽ തന്നെ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം. പിന്നെ ഒരു 16+ സീരീസ് ആണ്. 18+ എന്ന് പറയാൻ പറ്റില്ല. വൾഗറായിട്ടുള്ള സംഭവങ്ങൾ ഒന്നുമില്ല, പക്ഷെ ലാംഗ്വേജസ് കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വയലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. ഡീസൻറ്റ് സ്റ്റോറി കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡീസൻറ്റ് വാച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലുള്ള സീരീസുകളും സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നത്, അതായത് ഈ പൊളിറ്റിക്കൽ ഡ്രാമ, ക്രൈം, ത്രില്ലർ, പൊളിറ്റിക്കലാണ്. ഞാൻ പറഞ്ഞ ഈ ദുരഭിമാനക്കൊലയാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താ പറയുക, ഒരു പാരലായിട്ടൊരു വേറൊരു സ്റ്റോറി കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് അടുത്തൊരു സീസണിന് വേണ്ടിയിട്ടുള്ള ഒരു ഹിന്റ് ഇട്ടിട്ടാണ് നിർത്തുന്നതും. അപ്പോൾ ഈ ഒരു സീരീസിൽ ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നില്ല. അതാണ് ഈ നെക്സ്റ്റ് ഒരു സീസണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പരുവു എന്നാണ് സീരീസിന്റെ പേര്. C5 തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ജസ്റ്റ് 1 ടൈം വാച്ചബിൾ ആയ ഒരു ഫീലാണ് എനിക്ക് സമ്മാനിച്ചത്. ഓക്കെ, അപ്പോൾ ഈ സീരീസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും